അളിയാ പറയേ പരിപാടിയൊന്നുമില്ല, ഷോപ്പിൽ ചെറിയൊരു മെയിൻ്റെനൻസിന് വരും. ആടെ പോയിട്ടില്ല. ഇല്ല, വീടെത്താറായി. എന്തേ? അയ്യോ ഇല്ലടാ, ഓള് വിളിച്ചപ്പോ ഞാൻ ഇതപ്പ വരാന്ന് പറഞ്ഞു. എന്റെ അമ്മ 100 വയസ്സ. എടാ നീ വെച്ചപ്പോ വിളിക്കാം. ആ സന്ധ്യ പറയ്. അല്ല, നിങ്ങൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയോണ്ട് 1/2 മണിക്കൂറായല്ലോ. കോഴിക്കോട് നിന്ന് ഇവിടെ ഇത്രയും സമയം വേണോ? നിങ്ങൾ എന്താക്കുക? അല്ല, എന്റെ പേഴ്സ് ഞാൻ അവിടെ മറന്നു വെച്ചപ്പോ തിരിച്ചെടുക്കാൻ പോവാ. ഓ, സ്വന്തം പേഴ്സ് പോലും സൂക്ഷിക്കാനുള്ള ബോധം നിങ്ങൾക്കില്ല. എന്തായാലും ഒന്ന് വേഗം വാ, നിങ്ങൾ വന്നിട്ട് ഞാൻ കഴിക്കുന്നുള്ളൂ. അയ്യോ സന്ധ്യ, നീ എന്നെ വെയിറ്റ് ചെയ്യണ്ട, നീ കഴിച്ചു, ഞാൻ കുറച്ച് വൈകും. അതൊന്നും വേണ്ട, എന്തായാലും നിങ്ങൾ വന്നിട്ട് ഞാൻ കഴിക്കുന്നുള്ളൂ. എന്തായാലും പോയിട്ട് ഒരു 1/2 മണിക്കൂർ പോരെ, ഞാൻ വെയിറ്റ് ചെയ്തോളാം. എന്നാ സന്ധ്യ, ഓ ഇതിലൊരു 1/2 മണിക്കൂർ സമയം അതിൻ്റെ ഉള്ളിൽ. അളിയാ 2 പെഗ് മാറ്റി വെക്കണേ, ഞാൻ അങ്ങോട്ട് വരാ. ആടെ എത്തി. രക്ഷപ്പെട്ടു. പേഴ്സ് എടുക്കാൻ പോണോട്ട് 1 മണിക്കൂറായല്ലോ. നിങ്ങൾ ഇത്രയും നേരം എവിടെയായിരുന്നു? അത് ഞാൻ പേഴ്സ് എടുക്കാൻ പോയപ്പോ ചെറിയ ട്രാഫിക്കിൽ പെട്ടുപോയി. ബ്ലോക്കോ? ഈ ഞായറാഴ്ച എന്ത് ബ്ലോക്ക് എന്നാ നിങ്ങൾ പറയുന്നത്? അതാ നടക്കാവിലെ സിഗ്നൽ അടി. അത് വേണ്ട, നീ ഭക്ഷണം കഴിച്ചോ? ഞാൻ കഴിച്ചു. എന്താ കുഞ്ഞുറങ്ങിയോ? അല്ല, എന്താ ഈ പരിങ്ങി കളിക്കുന്നേ? നിങ്ങൾ വെള്ളം അടിച്ചിട്ടുണ്ടോ? പിന്നെ ഷോപ്പ് പോയിട്ട് വരുമ്പോ വെള്ളം അടിക്കാനല്ലോ. ദേട്ടാ, എന്നോട് കള്ളത്തരം പറയല്ലേ. നിങ്ങളുടെ ഈ പരിങ്ങിൽ കണ്ടാൽ തന്നെ അറിയാം. സത്യം പറ, വെള്ളം അടിച്ചിട്ടില്ലേ? സന്ധ്യ, ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കുന്നു. അപ്പൊ അമല വിളിച്ചപ്പോ 2 പെഗ് അടിച്ചടി. എന്റെ ഏട്ടാ, നിങ്ങളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. നിങ്ങൾ വരും വേണ്ടി ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നത്. ആ കൂടി ഒരു ഞായറാഴ്ച ലീവ് ഇടുന്ന, അപ്പൊ ഇങ്ങനെ തോന്നിയ പോലെ നടക്ക. പിന്നെ എന്തിനാ വരാൻ പോയത്? അവിടെ തന്നെ ഇങ്ങനെ ഇരുന്നാ പോരെ? എന്റെ സന്ധ്യ, നീ ഒന്ന് നിർത്തുവോ? ഞാൻ എല്ലാ ദിവസവും അടിക്കില്ലല്ലോ, ഏതെങ്കിലും ഒരു ഞായറാഴ്ചയല്ലേ. അതിന് ഇങ്ങനെയൊക്കെ പറയണോ? ദേ, കള്ളും കുടിച്ച് വന്ന് ന്യായീകരിക്കാൻ നിന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞൊന്നും കേൾക്കില്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമല്ലേ, എന്തോ പോലെ നടക്ക്. ഇതാ പറയാ. സന്ധ്യ, ഇതുപോലത്തെ വെറുപ്പിക്കുന്ന ഒരു ലോകത്ത് ആർക്കും ഉണ്ടായില്ല. ഇപ്പൊ അടിച്ചൊക്കെ പോയാലോ. രാത്രി മുഴുവൻ അടിയായിരിക്കുന്നതിന് വേണ്ടായിരുന്നു. സന്ധ്യ, ഞാൻ പോയിട്ട് വരാട്ടോ. എന്റെ സന്ധ്യ, അത് ഇന്നലെ കഴിഞ്ഞല്ലേ. ഇന്നലെ വൈകുന്നേരം മുതൽ ഇതുവരെയായിട്ട് നീ ഒരു വാക്കിനോട് വേണ്ടിയിട്ടുണ്ടാ. ഞായറാഴ്ച പിള്ളേരോടെ പോയിട്ട് 2 പെഗ് അടിച്ചു. അതിനല്ലേ ഈ മോൻ വെറുപ്പിച്ചിരിക്കുന്നത്. എടി ഒന്ന് ചിരിക്കി. സജിത്തായിട്ട് നിങ്ങളുടെ ഫ്രണ്ട് അല്ലേ? ആ, മൂപ്പന്റെ ബാറിന്റെ സ്റ്റാറ്റസ് നോക്ക്. ആ, ഈ സ്റ്റാറ്റസ് അവനും ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനിപ്പോ എന്താ? അതിനിപ്പോ എന്താന്നോ, മൂപ്പര് ഭാര്യനെയും കുട്ടീനും കൂട്ടി ഗോവയിൽ ട്രിപ്പ് പോയിരിക്കാം. അങ്ങനെ വേണം ഭർത്താക്കന്മാരായ. ഇവിടെ ഒരാളുണ്ടല്ലോ, ഭാര്യയും വേണ്ട കുഞ്ഞും വേണ്ട, ഫുൾ ടൈം കമ്പനിക്കാരും കൂടെ മൂപ്പറ്റ കള്ളു കുടിച്ച് നടക്കല്ലേ. എപ്പോഴും കള്ളു കുടിച്ച് നടക്കേ? എടി അല്ല, അത് പോട്ടെ, നിന്നെ ഇതുവരെയായിട്ട് ഞാൻ ഒരു സ്ഥലത്തും ട്രിപ്പ് കൊണ്ടുപോയിട്ടില്ല. അതെന്താ നീ പറയാത്ത? ഓ, നിങ്ങൾ കൊറേ കൊണ്ടുപോയിട്ടുണ്ട്. പഴനി, മധുര, തിരുപ്പതി. ഞാൻ സന്യാസിയാ? എനിക്ക് അറിയാൻ മേലാണ് ചോദിക്കാ. ഇതൊക്കെയാ നിങ്ങളുടെ ട്രിപ്പ്? എടി, അവന്റെ ജോലി പോലെയല്ല, എനിക്ക് ലീവ് എടുക്കാൻ പറ്റില്ല. ഓ, പിന്നെ ടൗണിൽ ആരും കയറാത്തൊരു പൊട്ട മൊബൈൽ ഷോപ്പും തുറന്നു വെച്ചിട്ട് ലീവ് എടുക്കാൻ പറ്റില്ല അത്ര? അതൊന്നും അല്ല മനുഷ്യ, നിങ്ങക്ക് നിങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളൂ. എന്നെയും കുഞ്ഞിനെ കുറിച്ച് ഒരു ചിന്തയില്ല. എന്റെ വിധി, അല്ലാണ്ട് എന്ത് പറയാൻ. രാവിലെ തന്നെ ഒരു മനസ്സമാധാനം തരുന്നിച്ചാലോ. അളിയോ സജിത്തെ, നിന്റെ ഭാര്യന്റെ കോണ്ടാക്ട് ലിസ്റ്റ് എന്റെ വൈഫിനെ ഒഴിവാക്കാൻ പറഞ്ഞേ. എടാ, അവളെ സ്റ്റാറ്റസ് ആയിട്ട് എനിക്കിവിടെ ജീവിക്കാൻ കഴിഞ്ഞില്ലടാ. പിന്നെ ആ ഗോവയിൽ പോയ വീഡിയോ എടുത്തിട്ടേ അവളോട് റീൽസ് ഇട്ടല്ലേ പറയണേ. ഇട്ടാ? താങ്ക് യു. തീരുമാനമായി. ഓ, ഭദ്രകാളി മുഖം കുറിപ്പിച്ച് മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ. സച്ചോ, അംഗനവാടി പോയിട്ടപ്പോ വന്ന്?
നിങ്ങൾ എന്താ പറഞ്ഞേ? ഇന്ന് കുഞ്ഞുങ്ങളുടെ കൂടെ അമ്മമാര് മാത്രം അംഗൻവാടി പോയാൽ മതിയെന്നല്ലേ? ആ ഇന്നലെ വൈകുന്നേരം കുഞ്ഞിനെ വിളിക്കാകുമ്പോ തുളസി ടീച്ചർ പറഞ്ഞു സന്ധ്യനെ നാളെ അങ്ങോട്ട് അയക്കണേന്ന്. അച്ഛന്മാരും വേണമെങ്കിൽ എന്നോടും വരാൻ പറയില്ലായിരുന്നു. എന്നിട്ട് അനാമയുടെ ഭർത്താവ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, മൂപ്പർ ആ സ്റ്റേജ് മൊത്തം ഡെക്കറേറ്റ് ചെയ്തത്. എന്ത് ആക്റ്റീവ് ആയിരുന്നു എന്നറിയോ? നിങ്ങളും ഉണ്ടല്ലോ, ഫ്രണ്ടിന്റെ ഭാര്യന്റെ വളകാപ്പാണ് വേണ്ടിട്ട് എന്നെയും കുഞ്ഞിനും നൈസായിട്ട് ഒഴിവാക്കിട്ട് അങ്ങോട്ട് പോയില്ലേ? എടി മൂപ്പരിപ്പം ഇന്നലെ വന്നതിന് ഞാൻ എന്താക്കാനാ? വേറെ ഒരാളെ ഭർത്താവ് വന്നിട്ടില്ലല്ലോ, അത് പിന്നെ നീ പറയില്ലല്ലേ. എടി അവന്റെ വീട് അംഗനവാടിന്റെ അടുത്തേക്ക് വന്ന് ഡെക്കറേറ്റ് ചെയ്തു. അതിന് നീ എന്തിനാ എന്നെ ചീത്ത പറയുന്നത്? 30-35 വയസ്സായിട്ട് കോലും കെട്ടി പോയിരിക്കാ. ഞങ്ങൾ രണ്ടാളും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് വായി നോക്കാലോ. നിങ്ങളുടെ കമ്പനിക്കാരൊക്കെ ഭാര്യമാരും കൂട്ടിയിട്ടല്ലേ പരിപാടിക്ക് വന്നത്? നിങ്ങളൊന്നും ഇതൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏത് നേരം നോക്കിയാ കൊണ 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 കൊണ. എന്നാലും എന്റെ മനോജ് എന്തിനാ? ആരെ പണ്ടും കാര്യമില്ല എന്റെ വീതി. എന്താളിയാ പെണ്ണുങ്ങളായിക്കില്ലേ? ആ മോനെ, അപ്പൊ നല്ല ക്ഷീണം കാണൂ. ഓരോന്ന് അടിച്ച് നല്ല സാധന കണ്ടലൊന്ന് ഒഴിച്ചാ മോനെ. ഓട്ടളിയാ, ഇതൊക്കെ സ്വാഭാവികോ. എനക്ക് ചീത്തലേക്കുന്നുള്ളൂ, എനിക്ക് അടി വരെ കിട്ടി. ഈ 2 അടിക്ക്. സുധേട്ടാ, നിങ്ങൾ 2 കൂടി അടിക്കുന്നേ, എന്നാലേ ഒരു ജോറുണ്ടാവും, ഒരു ഗുമ്മുണ്ടാവുന്നുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട് സുധേട്ടാ, നമ്മള് കല്യാണം കഴിഞ്ഞില്ല ഈ രീതി ഒന്ന് പറഞ്ഞിരുന്നു. ചേക്കാണ് പോയിട്ട് പ്രാന്തി വിളിച്ചിരിക്കാണ്ട്. ഓ, നിങ്ങൾ കല്യാണം കഴിഞ്ഞ വലിയ ആളായില്ലേ സുധേട്ടാ, പെമ്പിളൊന്നും വേണ്ടല്ലേ? ആയിക്കോട്ടെ, നാളെ ഞാനും കിട്ടും. എന്താണ് സുഹൃത്തെ, എന്താണ് പ്രശ്നം? മോൻ പറ. ഒന്നുമില്ല സദാശേട്ടാ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറടാ. സദാശേട്ടൻ വിചാരിച്ച തീരത്തെ പ്രശ്നമുണ്ടോ? മോൻ പറടാ. പറയടാ സദാശേട്ടൻ പറയടാ. സദാശേട്ടാ, വീട്ടിലെ പെണ്ണുങ്ങൾ. ഒരു മിനിറ്റേ. ആ എന്താ മോളെ പറ. അല്ല ഞാൻ ഷെഫീഖാന്റെ വീട്ടില് ബിസ്ക്കറ്റ് വാങ്ങാൻ മോക്ക്. ആ വണ്ടിന്ന് സൗണ്ടോ? അത് വണ്ടി ലേറ്റാ. ഇല്ല, സുഹിത്തിനെ ചിതിനൊന്നും ഞാൻ കണ്ടിക്കില്ല. ആ എന്താ മനസ്സിത്തെ എന്റെ പ്രശ്നം പറ. എനിക്ക് പ്രശ്നമില്ല സദാശേട്ടാ, ഞാൻ ഓക്കെ. കണ്ടോ, സദാശേട്ടനോട് 5 മിനിറ്റ് സംസാരിച്ചില്ല, അവന്റെ പ്രശ്നം ഓക്കെ ആയി. അതാണ് സദാശേട്ടന്റെ പോസിറ്റീവ് വൈ. ആ പൂതിനെ വിളിക്കുന്നുണ്ടല്ലോ. ആ മക്കളെ പോട്ടെ, ചില്ല് ഓക്കെ. ആ തുടങ്ങിക്കോ. ഓ ആ ഇപ്പോഴത്തെ എന്റെ മൊബൈലിലേക്ക് വിളിക്കുന്നത്. എടി സന്ധ്യ നിന്റെ അച്ഛൻ വിളിക്കുന്നോ? ആ അച്ഛൻ എന്തല്ല? ആ മോനെ, എന്താ വിശേഷം? സുഖമല്ലേ? ഓ സുഖമായിരിക്കുന്നു. അച്ഛന് സുഖമല്ലേ? ആ എന്ത് വെറുതെ വിളിച്ചാ? അത് പിന്നെ സന്ധ്യന്റെ അമ്മയ്ക്ക് ചെറിയൊരു പനി. അപ്പൊ അവളെ മോളെ കാണുന്ന പറയുന്നു. മോനെ പ്രശ്നമില്ലെങ്കിലേ 2 ദിവസം അവിടെ ഇവിടെ നിർത്തുവോ? എന്റെ അച്ഛൻ അതൊക്കെ എന്തിനാ എന്നോട് ചോദിക്കേണ്ട ആവശ്യം? 2 3 ഒരാഴ്ച അവിടെ എത്ര നാളെ അവിടെ നോട്ടെ. ഒരു കാര്യം ചെയ്യാ, ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവിടാം. അത് വേണ്ട മോനെ, ഞാൻ രാവിലെ അങ്ങോട്ട് വരാം. അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. അച്ഛൻ എന്തിനാ വെറുതെ ബുദ്ധിമുട്ട് ഇത്രയും ദൂരമൊക്കെ വന്നിട്ട്? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു അരമണിക്കൂറായിട്ട് അങ്ങോട്ട് വരാം. അവിടെ ഇങ്ങോട്ട് അങ്ങോട്ട് വരാം. ഒരു ബുദ്ധിമുട്ടില്ല, സന്തോഷമുള്ളൂ. ഓക്കെ അച്ഛാ, താങ്ക് യു. അല്ല ശരി. ഓ ശരി. സന്ധ്യേ എന്താ ഏട്ടാ, എന്തിനെങ്ങനെ വിളിച്ചു പോന്ന്? ആ സന്ധ്യ, ഇപ്പൊ നിന്റെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ചെറിയൊരു പനിയാണല്ലോ. അപ്പോ ഒരാഴ്ച നിന്നെ അവിടെ കൊണ്ട് നിർത്തുക ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, ഇപ്പൊ തന്നെ കൊണ്ടുവരാറുണ്ട്. നീ പോയിട്ട് ഡ്രസ്സ് മാറ്റി നമുക്ക് പോവാം. അമ്മനെ ഞാൻ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ പനിയേ ഉള്ളൂ. പിന്നെ ഏട്ടനോട് ഒറ്റയ്ക്കാണ് വേട്ടാ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത്. നീ എന്ത് മോളാ അത്? അമ്മയ്ക്ക് പനിയായിട്ട് പോവാതിരിക്കുക? എടി ഈ കാലത്ത് എന്തൊക്കെ പനിയാ വരുന്നറിയോ? ഈ സമയത്ത് നമ്മൾ മക്കൾ കൂടെ വേണ്ടത്. എന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ വേണ്ട ഡ്രസ്സ് മാറ്റി, ഞാൻ കൊണ്ടാക്കി തരാം. എനിക്ക് പോണെന്നൊക്കെ ഉണ്ട്, പക്ഷെ ഏട്ടനവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിട്ടിട്ട്. നിന്നെയും കുഞ്ഞിനെ ഒരാഴ്ച കാണാതിരിക്കുക പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അമ്മയ്ക്ക് പനിയാണ്, നിന്നെ കാണണം പറഞ്ഞാൽ നീ പോയി മാറ്റിക്കോളൂ, നീ അഡ്ജസ്റ്റ് ചെയ്യാം.
ആ അളിയാ എവിടെയല്ലേ? ഞാത്താ ഓള് പോയി മോനെ, ഇനി ഒരാഴ്ചത്തേക്ക് വെറുപ്പിക്കല്ല, ഇനി അടി പൊളിയല്ലേ? ശരി ശരി. എന്റെ ഭഗവാനെ, രക്ഷപ്പെട്ടു. എന്താടാ മോനെ, എന്താടാ ഒറ്റയ്ക്ക് ഇരിക്കുന്നേ? നിന്റെ കമ്പനിക്കാരൊക്കെ പോകുന്നുണ്ടല്ലോ. ഇപ്പൊ വീട്ടിൽ പോയിട്ടൊന്നും കാര്യമില്ലേ? അവിടെ ഭാര്യയും കുഞ്ഞൊന്നുമില്ല, അവളെ വീട്ടിൽ കൂടാൻ പോയിരിക്കുക. ഞാൻ കുറച്ചേരം കൂടി ഇവിടെ ഇരിക്കട്ടെ കണ്ടേ. അത് ശരിയാ, ഭാര്യ വീട്ടിലില്ലെങ്കിൽ ഇവിടെയൊക്കെ എത്ര നേരം ഇരിക്കാൻ പറ്റുമോ? വീട്ടിലുള്ള സമയത്ത് ഫുള്ള് വിളിച്ചു വെറുപ്പിക്കലായിരിക്കില്ലേ? അതങ്ങനെയാണോ? എല്ലാ ഭാര്യമാരും കണക്കാ. നീ എന്റെ കെട്ടിടു ബാനുവിനെ കണ്ടിട്ടുണ്ടാ? ഞാൻ കണ്ടിട്ടുണ്ട്. ഓളും അങ്ങനെ തന്നെയായിരുന്നു. ഒരു ചെറിയ ഫോണാ അവളുടെ അടുത്തുള്ളേ. വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തുടങ്ങും. പറയാണെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വരാതെ ഇറങ്ങാം. പക്ഷെ ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴാ വരിക, എവിടെയല്ലേ, ആരാ കൂടെ ഉള്ളതൊക്കെ പറഞ്ഞിട്ട്. 2 അടിച്ചുകൂടി ചെന്ന പിന്നെ ചേട്ടനൊരു സൗകര്യം ഉണ്ടായില്ല. സത്യം പറഞ്ഞ അതൊരു സുഖാണ്. അവളെ തീർത്താക്കാണ്ടേ ഉറങ്ങാൻ പറ്റില്ല. ഇപ്പൊ ഓള് പോയിട്ടേ 2 കൊല്ലം കഴിഞ്ഞു. എന്റെ ഫോണിലേക്ക് ഈ കസ്റ്റമർ കെയർന്നേ അവര് മാത്രമേ ഇപ്പൊ വിളിക്കാറുള്ളൂ. വീട്ടിലേക്കൊന്നും കേറി ചെല്ലാൻ പറ്റില്ലടാ. ആകെ ഒറ്റപ്പെട്ട ഫീലാ. 2 മക്കളുണ്ട്, കല്യാണം കഴിച്ച ഒക്കെ അവര് അല്ല, അതങ്ങനെയാ വേണ്ടേ? നമ്മൾ ഈ പുറത്തിറങ്ങുമ്പോ ഭാര്യമാരെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത് അത് നമ്മളോട് സ്നേഹം കൊണ്ടാടാ. നമ്മൾ അവരെ കൂടെ വേണമെന്ന് വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതേ, അവര് നമ്മുടെ കൂടെ ഇല്ലാതിരിക്കുമ്പോഴാടാ നഷ്ടം എന്താന്നറിയാം. പിന്നെ ഫോണിലേക്ക് വിളിക്കാനും അല്ല, ചോറ് കഴിച്ചോ, എവിടെയാണ്, ആരും ഉണ്ടായില്ലടാ. ആദ്യമൊക്കെ കള്ളു കുടിക്കാൻ പേടിയായിരുന്നു. ഇപ്പൊ ബോധം പോകാൻ വേണ്ടി കള്ളു കുടിക്കും. ആരും ചോദിക്കാനില്ലല്ലോ. ഒരു കൂടെയുള്ളപ്പോ തന്നെ അവർ അമ്മയെ സ്നേഹിക്കടാ, കുറച്ച് കൂടിയിരിക്കും. ഭാര്യ എന്ന് പറയുന്നത് അതൊരു അനുഗ്രഹമാണ്. ഇതുപോലെ ഭാര്യമാരെ ശല്യമായിട്ട് കാണുന്ന, വെറുപ്പിക്കലായിട്ട് കാണുന്ന ഒരുപാട് ഭർത്താക്കന്മാർ നമ്മുടെ നാടുകളിലുണ്ട്. ഒരു 2 ദിവസം നമ്മുടെ വീടുകളിൽ നിന്ന് അവർ മാറി നിന്നാൽ അപ്പൊ മനസ്സിലാക്കാൻ പറ്റും അവരുടെ വാല്യൂ എന്താണെന്ന്, അവരുടെ സ്നേഹം എന്താണെന്ന്, അവരുടെ കെയറിങ് എന്താണെന്ന്. നമ്മുടെ ഫോണുകളിലേക്ക് തുടരെ വിളിക്കുന്നതും നമ്മളെ ചീത്ത പറയുന്നതൊക്കെ അവർക്ക് നമ്മളോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. സുഹൃത്തുക്കൾക്ക് വേണം, നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഒരു സമയം കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ പഴിക്ക് പോകും. പക്ഷെ ജീവിതാവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് അത് നമ്മുടെ ഭാര്യ മാത്രമായിരിക്കും, മറക്കരുത്. സച്ചു, ഇന്ന് രാത്രി വീട്ടിലെന്താ കറി വയ്ക്കുന്നേ? രാത്രി ചിക്കൻ കറി. എന്തേ? എന്നാ കുറച്ച് കൂടുതൽ വെച്ചോട്ടോ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. കാര്യമായിട്ട് പറഞ്ഞതാ? ആടോ, എനിക്ക് നീയും കുഞ്ഞൊന്നും ഇല്ലാണ്ട് ഇവിടെ പറ്റുന്നില്ലല്ലോ, ഞാൻ അങ്ങോട്ട് വരിക.